Hello guys, welcome to another vlog of Call Me Flash. Eid Mubarak guys, first of all. സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ചെയ്യാൻ പറ്റാത്തവർക്കും നമ്മുടെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാവും. ഫോർ സ്ട്രഗ്ലിംഗ് ഓർ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ടൈംസ്. സാമ്പല്ലേ ഗൈസ്, നമ്മൾ മനസ്സിരുത്തി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും കഷ്ടപ്പാടുകളൊക്കെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ആ ഒരു ഇതും പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല ഇന്ന് എന്തൊക്കെ നടക്കും എന്നുള്ളത്. ആ ഒരൊറ്റ കാര്യം മാത്രമേ കൺഫേംഡ് ആയിട്ടുള്ളൂ. കാർത്തി വരുന്നുണ്ട് വീട്ടിലോട്ട് ബിരിയാണി അടിക്കാൻ മര. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അവൻ ഇന്ന് തിരിച്ച് ട്രിവാൻഡ്രത്ത് കൂടെ പോവുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്നതിന് മുമ്പേ ബിരിയാണി അടിച്ച് ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. എന്തോ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എവിടെയോ പോകണമെന്നുള്ളത്. അപ്പോൾ മേ ബി ഞാനും കൂടെ പോകും. ബിക്കോസ് എനിക്കിന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല. സോ ലെറ്റ് സി. ഞാൻ ഈ നടക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ ഈ ഫോണിൽ കൂടെ ഡോക്യുമെന്റ് ചെയ്യാൻ നോക്കാൻ കഴിച്ചു. അല്ലാതെ കണ്ടന്റ് ആയിട്ട് ഉണ്ടാകാനുള്ള പ്ലാനിലേക്കൊന്നും ഇന്നെന്തായാലും എനിക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനത്തെ വലിയ സ്പെഷ്യൽ സംഭവമൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ലൈഫ് ആയതുകൊണ്ട് എൻ്റെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് പ്ലാനുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നടക്കുന്ന മുറയ്ക്ക് ഐ വിൽ അപ്ഡേറ്റ്. എന്നിട്ട് നോക്കാം കഴിച്ചു എന്തെങ്കിലും ഒരു വ്ളോഗിന് വേണ്ടിയുള്ള കോണ്ടന്റ് ഉണ്ടാക്കാൻ. ലൈക്ക് അത്രയും ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഗൈസ് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എനിക്കറിയാം കൂടുതലാണ് ഗൈസ്. ഈ ഗൈസ് പറയുന്ന സംഭവം ഞാൻ കുറയ്ക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ഷമിക്കണം. ഞാൻ ഈ കാർത്തികിനെയും എനിക്കൊന്ന് ഈ ഗൈസ് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടാണ് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി. യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും. എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യണേന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മെയിൻ ഒരു സാധനമാണ് ഈ ഗൈസ് എന്ന് പറയുന്ന സാധനം. അത് കേട്ട് എൻ്റെ വായിൽ ഈ സംഭവം വന്നു. അത് ഈ ടെൻഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വായിൽ ഈ സാധനം വരുന്നത്. മനസ്സിലായില്ലേ? സോ നോക്കാം ഞാനത് മാറ്റാനായിട്ട്. നിങ്ങളൊന്ന് ക്ഷമ കാണിക്കുക. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അത് ഞാൻ എൻ്റെ റോ സംഭവം അല്ല അത്. ഈ ഗൈസ് എന്ന് പറയുന്നത് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാത്തൊരു വേർഡായിരുന്നു. അതിപ്പോൾ ഈ യൂട്യൂബ് വേൾഡിലോട്ട് കയറിയപ്പോൾ വന്നതാണ്. മനസ്സിലായത്? അത് നമുക്ക് സെറ്റാക്കാം കൂട്ടുകാരെ. ഓക്കെ, അപ്പൊ ശരി, ബൈ, കാണാം, ബൈ. വെൽക്കം ടു മൈ വ്ലോഗ്. എനിക്കെന്ത് സന്തോഷമാണോ അറിയോ നിങ്ങൾ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക്. ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് കാണിച്ചു കൊടുത്തോട്ടെ എന്റെ വ്ലോഗില്. ഓഹോ ഗൈസ്, വന്നപ്പോ തന്നെ എന്റെ ശിഷ്യനെ നോക്കൂ, ക്യാമറ ഒക്കെ പിടിച്ച് വ്ലോഗൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ ഹൃദയം ധന്യമായി സരിബ്രോ. നീയാണ് ഇതിന് കാരണക്കാരൻ. എന്റെ ഒരു മാറ്റത്തിന് നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോടെ മറ്റേ അല്ലല്ല ഇല്ലല്ല ഞാൻ വെറുതെ രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. കാരണം മുണ്ട് മാത്രമേ ബാക്കിയുള്ളൂ സരിബ്രോ. ജീൻസ് ഒക്കെ ഇട്ടിട്ട് അയക്കായി. രണ്ടാഴ്ചയായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പെരുന്നാളിന് ഓണത്തിന്റെ ഡ്രസ്സിൽ വന്നേക്കുന്ന കാര്യം ഒരു രസം നൈസല്ലേ? നമുക്ക് തിന്നാം. അതെ, എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക്. ബിരിയാണി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി റെഡിയായി. ചിക്കൻ ബിരിയാണി. എന്റെ വായിന്ന് വെള്ളം ഓടും കേട്ടാ. പെട്ടെന്ന് തിന്നാണ്ട്. സെറ്റാണ്. തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇത് ബീഫ് എന്തായാലും ഞാൻ ഇത് ലക്ഷ്മി ചേച്ചി പെർമിഷൻ എടുക്കാണ്. ഉണ്ട്, അപ്പോൾ ഇതിലും വലിയ ഒരു ഈദ് വിരുന്ന് സ്വപ്നങ്ങളിൽ മാത്രം സുഹൃത്തുക്കളെ പൊളിക്കും നമ്മൾ. വിഭവസമൃദ്ധമായ ഡേറ്റ്സ് പിക്കിൾ ബിരിയാണി. ആരാ ചേട്ടൻ? അതോ ചേട്ടൻ ലൈവ് ഇന്ന് രാവിലെ റാൻഡം ആയിട്ട് ലൈവ് ഞാൻ കണ്ട് സ്ക്രോൾ ചെയ്ത് റാൻഡമായി കണ്ട കൊച്ചിന് റീഡ് കൊടുത്ത്
റെയ്ഡ് ഒന്നും കൊടുത്തില്ല. ആ റെയ്ഡല്ല, റെയ്ഡൊന്നും ഗെയിമേഴ്സ് കൊടുക്കുമല്ല, വേറെ ചാനലിൽ പോയിട്ട് ഷൗട്ട് ഔട്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോ ഗൈസ് ഒരു 40 പേരെ കണ്ട് കാണാനുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു സൂപ്പർ ചാറ്റ് ഇട്ട് ആരാ ഇതൊന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇട്ട സൂപ്പർ ചാറ്റ് ഒന്നും നീ വായിച്ചില്ല. സൂപ്പർ ചാറ്റ് ഇട്ടായിരുന്നോ? അവിടെ ഉള്ളവന്മാര് വരെ സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രം റെയ്ഡ് കിട്ടിയില്ല ഗൈസ്. ഗെയിമിംഗ് ടെർമിനോളജിയാണ് റെയ്ഡ്. അതെ, പുതിയ ടേംസ് ഗൈസ്. ഇവിടെ ടേബിൾ നിറഞ്ഞ് കവിഞ്ഞ് കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. അത്തിക്കേ ഇത് കണ്ടാ നീ ഫ്രണ്ടില് നമ്മള് 2 ഡയറ്റിലുള്ളവർക്ക് തിന്നാൻ വേണ്ടിയുള്ള ഫുഡിന്റെ ഇന്ന് എന്റെ ലാസ്റ്റ് ആണ്. ഞാൻ ഇത് കഴിച്ചിട്ട് നിർത്താനുള്ള പരിപാടിയില്ല. ആയുധം വെച്ച് കീഴടങ്ങും. ഓക്കെ ഗൈസ്, എന്താ ചിക്കൻ ഫ്രൈ അങ്ങനെ ക്ലോസപ്പിലിട്ട് കാണിച്ചു തരാം. ബീഫ്, വീണ്ടും ചിക്കൻ ഫ്രൈ, വീണ്ടും സാലഡ്, ബിരിയാണി. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇന്ന് കണ്ടല്ലോ. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഞാൻ മോഡറേറ്റ് ലെവലിൽ മാത്രമേ ഇനി ഫുഡ് കഴിക്കത്തുള്ളൂ. ഇവൻ്റെ കല്യാണം വരാം. അത് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കും. അന്ന് സദ്യ കഴിക്കും. പിന്നെ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം കുറച്ച് ഫുഡ് വ്ലോഗ് ചെയ്യും. അതെല്ലാം പക്ഷെ ഞാൻ കഴിയില്ലേ. ഇനി ഒരു ടേസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ ഗൈസ്. കൂടെ ആരെങ്കിലും ഞാൻ കൊണ്ടുപോകും, അവരെ തിരിക്കും. അല്ല, ആരെ കൊണ്ടുപോയാലും നിന്റെ കൂടെ വരുമ്പോൾ നീ തിന്നും. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേ ഇതാണ്. നിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നീയും ലൈറ്റ് ആയിട്ടാണ്. നമുക്ക് ഇനി ഒരു സാധനം പറയാം, ഒരു ഡിഷ് വല്ലതും പറഞ്ഞിട്ട്. അതെ, നമുക്ക് ഷെയറിങ് കെയറിങ് ആണ് നല്ലത്. അപ്പൊ നമ്മള് വ്ളോഗ് ചെയ്യുന്നവരായിരുന്നു. പക്ഷെ അല്ലാത്തവരെ കൊണ്ടുപോയില്ലേ നമ്മള്. തിന്നുന്നവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് തിന്നുമല്ലോ. അപ്പൊ ആ ലെവലിലാണ് ഞാൻ പറഞ്ഞത്. അതെ, കഴിക്കാൻ ആരോഗ്യമുള്ളവരെ കൊണ്ടുപോയാൽ ശരിയില്ല. ഓക്കെ ഗൈസ്, ഫുഡ് അടിച്ച് തളർന്ന കാർത്തിക് സൂര്യ, അനങ്ങാൻ വയ്യ. അതിന്റെ അപ്പുറം തളർന്ന ഞാൻ. നാളെ രാവിലെ പറ്റുമോ നോക്കട്ടെ ഗൈസ്. നാളെ തന്നെ ജിമ്മിൽ പോയി ഗുരുദക്ഷിണ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഗുരുദക്ഷിണ കൊടുക്കണം. എനിക്ക് ദക്ഷിണ ഒന്നും കിട്ടിയില്ല. ദക്ഷിണ തരാടാ. ബിരിയാണി, ഒരു ബിരിയാണിയോട് അത് ആ മറ്റേ പഴയ സെറ്റ് ഗൈസ്. നമ്മൾ 1 മില്യൺ അടിക്കുമ്പോൾ നമ്മൾ കൊടുക്കും. ഒരു പ്രത്യേക തരം ഗുരുദക്ഷിണ ആയിരിക്കും അത്. അതുവരെ നമുക്ക് അവനെ ഗുരുവായിട്ട് തന്നെ വെക്കാം ഗൈസ്. ഗുഡ് ഫോർ അസ്. വെറ്റിലയും പാക്കും ഒരു അവിടെ വെച്ചേക്കും. അപ്പൊ കുഴപ്പമില്ല, ഇല മാറ്റിക്കൊണ്ടിരിക്കാം. 1 മില്യൺ ആവാന വരെ ഗൈസ്. അതായിരിക്കും നമ്മുടെ പ്ലാൻ. നോക്കാം ഗൈസ്. അവന്റെ ഇനി സാധനങ്ങൾ ഊറ്റിയെടുക്കാറുണ്ട്. അവന്റെ നോളജ് 7 വർഷത്തെ നോളജ് നമ്മളിങ്ങനെ നോക്കാം ഗൈസ്. പൊളിക്കാം. എന്റെ ബോഡി ഗാർഡ് ഗൈസ്, എന്റെ ബോഡി ഗാർഡ് ഇതോ കാർത്തിക്കിനെ സസൂക്ഷ്മം നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കടിയടാ. കടിയണ്ട, സോറി പറയുമ്പോൾ എന്റെ ഗുരുവാണല്ലോ. ആള് മാറിപ്പോയി. ഒന്നും ചെയ്യണ്ട, വിട്ടേരാ. രസമാണ് അവനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാനേ. എന്റെ സ്ട്രെസ് ബസ്റ്റർ ആണ് അവൻ. രാത്രിയൊക്കെ ഞാൻ ഇങ്ങനെ പ്രാന്തെടുത്തിരിക്കുമ്പോ ഞാൻ വരും. വെളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അടുത്തൊന്നിരിക്കും. ഞാൻ ഇങ്ങനെ മറ്റേ വില്ലന്മാര് മറ്റേ തടവണോ അല്ല ഇങ്ങനെ തടവി അവനെ. ഭയങ്കര ഇതാണ്, ഇഷ്ടമാണ് ഇങ്ങനെ മണപ്പിക്കല്, നക്കല്. പാവം മനുഷ്യനാണ്. ഇരിക്കണുണ്ട് തലയാണിയുടെ ഇടയിൽ ഇങ്ങനെ മൂക്കിട്ട് കുത്തും. എന്തിനാണ് ചെയ്യണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ പരിപാടിയാണ്. ടിക്സ് ആൻഡ് കാർത്തി നമ്മളെ വീട്ടിൽ അതൊക്കെ ചെയ്യടാ. സ്മാർട്ട് പൂച്ചയാണ്, സ്മാർട്ട് പൂച്ച. എടാ ടിക്സേ, സ്മാർട്ട് പൂച്ച ഉറക്കപ്പിച്ചി നടക്കുകയാണ് കേട്ടാ. സ്ലീപ്പി പൂച്ച. അവിടെ ഉണ്ടല്ലോ നിന്റെ. ശാന്തനൊന്നും അല്ല, എന്റെ കൈ നോക്കിയോ ഗൈസ്. എനിക്ക് പാടൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഫുൾ വെള്ളമായിട്ട് കിടക്കുന്നുണ്ടല്ലേ. അപ്പം മാന്തിയതാണ് മൊത്തം. ഇതൊക്കെ ഉണ്ടോ സ്ക്രാച്ച്, ഫോക്കസ്ഡാവ്. എനിക്ക് വേണ്ട. വൃത്തിയായിട്ട് അവൻ്റെ നഖം വെട്ടി വെച്ചില്ലെങ്കിൽ അവൻ ഭയങ്കര വയലന്റ് ആണ് അവൻ. ഇതാണ് ഇവനാണ് ശാന്തത. അവൻ നോക്കണം പേടിച്ചത്. ആരെന്ന് ഇത്രയും സൗണ്ട് ഉണ്ടാകണം. അവന്റെ സ്വരൂപമൊക്കെ വെളിയിൽ വരും. കണ്ടോ, തപ്പി നോക്കണുണ്ടോ എന്ത് പിടിക്കാന്നുണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാ പേർഷ്യൻ പൂച്ചയല്ലേ. പേർഷ്യൻ പൂച്ചയ്ക്ക് കുറച്ച് ജാട കൂടുതലാണ്.
ഞാൻ ഗംഗയ്ക്ക് ഒരു പേർഷ്യൻ പൂച്ച വാങ്ങി കൊടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചായിരുന്നു. അതാ മറ്റേ പഞ്ച് ഫേസ് വാങ്ങിച്ചു പറഞ്ഞ അതെന്തര്? മോന്ത ഇടിച്ച് പപ്പടം ഇരിക്കണ പോലത്തെ ഒരു മോന്തയുള്ള പൂച്ചയുണ്ട്. അത് നൈസാണ്. ആ, പോയി. അവന് വേണേ കഥവൊക്കെ തുറന്നു പോവാ നോക്കിയാ കഥ അതൊക്കെ അറിയാവോ? ഇന്നല്ല അവൻ ആരാന്നാണ് നിന്റെ വിചാരം. ഫോക്കസ്. ഓ, ഓ ഓ ഓ എന്റെ മോനെ. അതാണ് ഇങ്ങനെ സെൽഫ് സഫീഷ്യന്റ് പൂച്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവനറിയാം കയറി വരാനും അവന് ആരുടെയും അനുവാദം വേണ്ട, തിരിച്ചു പോകാനും ആരുടെ അനുവാദം വേണ്ട. സ്മാർട്ട് പൂച്ച അത്. സംഭവം അതാണ്. മിടുക്കൻ. ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൽ ആകെ വിശേഷം പറയാം അവനെ പറ്റിയുള്ളൂ. പൂച്ചയുടെ വിശേഷം ഇടക്കിടക്ക് വരും. ഓക്കെ ഗൈസ്. ദേവിത്ത് പൂച്ച എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു സീരീസ് തുടങ്ങാം. ആ അത് പ്ലാൻ ഉണ്ട്. പക്ഷെ ഇവനെ കുറിച്ച് എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വെളിയിലെല്ലാം കൊണ്ട് നടക്കാൻ കൊണ്ടുപോയാലോ എന്നായിരുന്നു. ക്യാമറ ഓഫ് ചെയ്യൂ, ടെക്നിക്കുകൾ പറഞ്ഞു തരാം. ആ ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ടെക്നിക്കുകൾ പഠിക്കട്ടെ. ബൈ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് ഫോറം മോളിലോട്ട് പോവുകയാണ് ഗൈസ്. അവിടെ അവന് എന്തോ ഷോപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് മോളിൽ നമ്മൾ നടന്നിട്ട് നമ്മൾ കഴിച്ച ബിരിയാണി ദഹിപ്പിക്കും. ബേൺ ചെയ്യാനുള്ള പരിപാടി. മോളുടെ ഫോൺ നമുക്ക് ഹൈ ഡിസൈൻ്റെ ഷോപ്പിനകത്ത് പോകാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമ്മൾ ഫോറം മോളിൽ വെച്ച് കാണാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഡെക്കാത്ലോണിൽ വന്നിരിക്കുകയാണ്. കാർത്തിക് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മന്ദം പോകുന്നു നോക്കിയാൽ. അപ്പം ശരി ഗൈസ്, ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എന്തൊക്കെ എടുക്കാറുണ്ട്, അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് വരാം. ബൈ ഗൈസ്, ഞങ്ങൾ ബൈ. ഷോപ്പിംഗ് കഴിഞ്ഞ് വിജയകരമായി പോകുന്ന കാർത്തിക്. നമുക്ക് ഇവിടുത്തെ കായലിലൂടെ കയാക്ക് ചെയ്ത് കിടക്കാം. അതിന് വില എത്ര നോക്കിയേ? 40,000 രൂപ. ആദ്യം ഞാനൊന്ന് ഏൺ ചെയ്യട്ടാ യൂട്യൂബിൽ നിന്ന് ഒരു 4 രൂപയെങ്കിലും. ഇന്നാണ് 40,000 രൂപയുടെ സാധനം. 40,000 രൂപയല്ലേ? അല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കാശൊക്കെ കിട്ടിയാൽ ഞാൻ വാങ്ങിക്കൂടാ. അത് കണ്ടന്റ് അല്ലേ, നമുക്ക് ഈ പൈസ കിട്ടണതൊക്കെ എടുത്തിട്ട്. അതാണ് ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്ററിന്റെ ബ്രെയിൻ വർക്ക് ആവുന്നത്. ഞാൻ മാക്സിമം സാധനങ്ങൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതിന്റെ ഒരു ഗുഡ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. ആണോ? എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ട് ഈ സാധനം ചെയ്യണേല്. കാശും കൂടെ കിട്ടുമ്പോ പിന്നെ ഓക്കെ വേറെ ലെവലിൽ ഫുൾ ഹാപ്പി ആവും. പിന്നെ അറ്റ്ലീസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. അതെ അതെ നോക്കാം. ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ആ ഇഷ്ടമാണ്. ഞാൻ കുറെ വർഷമായിടാ ട്രാവൽ ചെയ്തിട്ട്. അപ്പൊ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്റ്റാർട്ട് ആവട്ടെ എന്നുള്ള ഇതിലാണ്. സ്റ്റാർട്ടായി. ആ അതെ മീൻസ് യെസ്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിക്കും എന്നാ. ഓക്കെ ഗൈസ്, എവൻ കൂടെ നടക്കണോണ്ട് സംസാരം നടന്നു പോകും. ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ, അതുകൊണ്ടാണ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അതെ ഗൈസ്, എന്നാ സനിബ്രോ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെയാണ് ഏഞ്ചലിനെ കൊണ്ട് പോവുകയാണ്. ഏഞ്ചലിനെ കൊണ്ട് ഞാൻ പോവുകയാണ് ഈ പ്രാവശ്യം. ഓക്കെ സനിബ്രോ. അപ്പൊ ശരി. അപ്പൊ ഗൈസ് ഇന്നത്തെ ഡേ തീർന്നിരിക്കുകയാണ്. എനിക്കൊന്ന് ലാസ്റ്റ് നമ്മൾ കണ്ടത് ഡെക്കാത്ലോണിൽ അവന് മറ്റേ ഷോപ്പിങ്ങിന് പോകുന്നതല്ലേ. ഞാൻ അധികം കാണിച്ചില്ല, ബിക്കോസ് അവൻ വ്ളോഗ് ചെയ്യായിരുന്നു ഗൈസ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നോർമലി ഞാൻ എൻ്റെ വ്ളോഗ് കുത്തിക്കയറ്റാറില്ല. സോ നമ്മൾ ഫോർത്തിൽ പോയി പുള്ളി ലൈക്ക് അങ്കിളിന് അവൻ്റെ അച്ഛനൊരു ഇത് വാങ്ങിച്ചത് ലാപ്ടോപ്പും എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ബാഗ്, ഹൈ ഡിസൈൻ്റെ. ബിക്കോസ് അവൻ്റെ ബർത്ത്ഡേ മന്ത് നടക്കല്ലേ. അപ്പം അതിൻ്റെ 50% ഓഫ് അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പം നല്ലൊരു കിടിലം ബാഗ് കിട്ടി അവന്. അപ്പം നല്ല ഹാപ്പിയായി. പുള്ളി അങ്കിളിന് വാങ്ങിച്ചു കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ ഫോർത്തിൽ നിന്നപ്പം ഷാസ് ലൈവ് വിളിച്ചായിരുന്നു എന്നെയും കൂടെ കയറാനായിട്ട്. അപ്പം ലൈവിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോകുന്നവരെ, അവൻ ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷൻ പോകുന്നവരെ ലൈവിലിരുന്ന് കുറച്ച് കത്തിയൊക്കെ വെച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് ബേക്കറിയിൽ കയറി ലഡുവും ടൊമാറ്റോ കെച്ചപ്പും കഴിച്ചായിരുന്നു. അപ്പോൾ അത് ഷാസിൻ്റെ വ്ളോഗിൽ നോക്കിയാൽ കാണാൻ കഴിച്ചു. രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വ്ളോഗ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറയും. ഇല്ലെങ്കിൽ അതിൻ്റെ ലൈവിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ലൈവിൻ്റെ ആ സാധനത്തിലുണ്ട്, റെക്കോർഡഡാണ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എനിക്കൊരു ഓർമ്മയില്ല ഗൈസ്, കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനങ്ങ് ഉറങ്ങിപ്പോയി നല്ല സുഖമായിട്ട്. പിന്നെ പെട്ടെന്നൊരു കോൾ വന്നപ്പോഴാണ് ഈ ചാടി എണീച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഒരു 3 മണിക്കൂർ നല്ല ഉറക്കമായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ അവനെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ ഗൈസ്. അടിച്ചു പോയി ഞാൻ, ഫുൾ ബോധം പോയി. ഞാൻ എണീച്ചിട്ട് എനിക്കറിയാമല്ലോ നേരത്തെ ഞാൻ ഇൻട്രോയിലുള്ള ഔട്ട്രോ ഇടാതെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഈ ഈദിൻ്റെ വ്ളോഗ് ഈ ഒരു ഔട്ട്രോയിൽ വെച്ച് ഞങ്ങൾ നടത്താം. ലൈക്ക് നമ്മൾ മാക്സിമം നോക്കാം എല്ലായിടത്തും പോകുമ്പം നമ്മളും കൂടെ കുറച്ച് ഫുട്ടേജ് എടുക്കാനായിട്ട്. അപ്പം
പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു അവൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അതിനൊരു രസം കാണത്തില്ല, മനസ്സിലായില്ലേ, ആ ഒരു ഫ്ലോ പോകും. സോ ബേസിക്കലി എനിക്ക് നൈസായിട്ട് എടുക്കാൻ ലൈക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്ത് കണ്ടന്റ് ആക്കാം ഗൈസ്, ലൈക്ക് വാട്ട് എവർ വി ഡു. ഈ ഗൈസ് എന്നുള്ള സാധനം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ബട്ട് ഐ എം കോൺഷ്യസ്ലി ട്രൈങ്. മൊത്തത്തിൽ മാറുമായിരിക്കും, വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നോർമലി ഞാൻ സംസാരിച്ച് സെറ്റ് ആവുമായിരിക്കും. അത് കോൺഫിഡൻസ് വരുമ്പോൾ പിന്നെ എൻ്റെ നോർമൽ ടോക്കിംഗ് സ്റ്റൈൽ വരും. അപ്പോൾ അതുവരെ നിങ്ങൾ പിടിച്ചിരിക്കണം എൻ്റെ കൂടെ കട്ടയ്ക്ക്, ഓക്കെ? ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങും, ഒന്നും കഴിച്ചില്ല, രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. സോ പിന്നെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, നോക്കട്ടെ അവരെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു നോക്കാം. ജസ്റ്റ് അത് പക്ഷേ വ്ളോഗിൽ ഇടുന്നില്ല, ഞാൻ ജസ്റ്റ് എന്തായാലും ഇന്നത്തേക്കുള്ളത് ആയി. പിന്നെ എപ്പോഴെങ്കിലും ഐ വിൽ സ്ലോലി ഷോ മൈ ഫ്രണ്ട്സ്. അങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ കാണുമല്ലോ, എന്തായാലും എൻ്റെ കൂട്ടുകാരായിരുന്നു, നമ്മളെ പരിപാടികളൊക്കെ നിങ്ങൾ ഞാൻ പതുക്കെ കാണിച്ചു തരാം ഗൈസ്. അതുവരെ ബൈ, ടേക്ക് കെയർ.